ശരിക്കും പ്രണയിക്കാത്തവരായിട്ട് ഈ ലോകത്ത് ആരുമില്ല. എല്ലാവർക്കും പ്രണയമുണ്ട്. എനിക്ക് പോലും ഒരു പ്രണയമുണ്ട്. എന്നാൽ അങ്ങനെ പ്രണയിക്കും, അതായത് ഇങ്ങനെ പ്രണയിക്കും. നമ്മൾ വഴി വെച്ച് ഒരു പെണ്ണിനെ കാണുന്നു, അതിനെ പ്രണയിക്കുന്നു. അല്ലെങ്കിൽ പണ്ടത്തെ കാലമാണെങ്കിൽ നമുക്ക് പേപ്പർ ലവ് ലെറ്ററൊക്കെ എഴുതി കൊടുത്താലും മതിയായിരുന്നു. ഒരു പെണ്ണിനെ ഇഷ്ടമാണ് ചെന്ന് പറയാൻ ഇപ്പം പേടിയാണ്. കാരണം ഇപ്പം പല ആൾക്കാർക്കും പേടിയാണ് പറയാൻ, ഒരു പെണ്ണിനോട് ഇഷ്ടം പോലും പറയാൻ പേടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ 3 കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, അതേപോലെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സത്യം പറയാൻ ഞാനൊക്കെ പ്രണയിക്കുന്നതെന്ന് പറയുമ്പോഴത്തേനും ഫുഡിനോട്, ട്രാവലിനോടൊക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രണയിക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇത് ചെയ്യേണ്ടത്. ആദ്യമേ നമ്മുടെ പ്രൊഫൈൽ, ഞാൻ ഇപ്പോഴും പറയുകയാണ്, നമ്മുടെ ചാനൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് പ്രണയിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാം എപ്പോഴും, നമ്മുടെ പ്രൊഫൈൽ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കുക. അതിനകത്ത് ഇടുന്ന സ്റ്റോറീസ്, ഫോട്ടോസ്, വീഡിയോസ് എല്ലാം നമ്മൾ ചിന്തിക്കുക മറ്റൊരാളും കൂടെ കാണുന്നുണ്ട് എന്ന് ചിന്തിക്കുക. അതനുസരിച്ച് മാത്രം നമ്മൾ വീഡിയോസ് ഇടുക. പിന്നെ അതേപോലെ തന്നെ പെൺപിള്ളേരെ അട്രാക്റ്റീവ് ചെയ്യാൻ വേണ്ടി, അതായത് ഇഷ്ടപ്പെടാൻ വേണ്ടി, അവരുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് അവരുടെ ഇൻസ്റ്റഗ്രാമിൽ എപ്പോഴും ഫാമിലിയായിട്ട് ട്രിപ്പ് പോകുന്നവരുണ്ട്. അതേപോലെ തന്നെ സ്റ്റോറി, ഇപ്പം ഫ്ലവേഴ്സ്, ചെടികൾ, പൂക്കൾ, പിന്നെ അതേപോലെ ഫുഡ്. ചിലപ്പോൾ ഏറ്റവും കൂടുതൽ അവർ യാത്രകളോടാണ് ഇഷ്ടം കാണിക്കുന്നത്, പെൺപിള്ളേർ യാത്രകളോട്. അപ്പോൾ ഈ യാത്ര ചെയ്യാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ അവർ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന സ്റ്റോറി. കാരണം ഫോട്ടോസ് ഇടൽ കുറവായിരിക്കും, സ്റ്റോറി ഇടൽ കുറവായിരിക്കും. എന്നാൽ യാത്ര വല്ലതും ഫാമിലിയോട് കൂടത്തിൽ വല്ലതും ചിലപ്പോൾ മൂന്നാറോ വാഗമണ്ണൊക്കെ പോകുന്ന സമയത്ത് അവർ സ്റ്റോറി ഇടും. അപ്പോൾ അത് കണ്ട് നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യം ഞാൻ പറയാം. ദയവേത് ഈ വീഡിയോ കാരണം നമുക്കോ നിങ്ങൾക്കോ പ്രശ്നമൊന്നും ഉണ്ടാകില്ല കേട്ടോ. കാരണം ഇത് എനിക്കൊരു കൂട്ടുകാരൻ പറഞ്ഞു തന്നാൽ അവനിപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പം ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമേ അവരിടുന്ന സ്റ്റോറി 3-4 പ്രാവശ്യം കാണുക. കണ്ട് ആദ്യത്തെ കമൻറ്റോ ലൈക്കോ ഒന്നും ചെയ്തേക്കില്ല കേട്ടോ. ആദ്യം അവരിട്ട സ്റ്റോറി എന്താണെന്ന് വിലയിരുത്തി കാണുക. പിന്നെ അവരുടെ പ്രൊഫൈൽ എങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ ആണോ എന്ന് നോക്കുക. അത് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ദയവേത് മെസ്സേജ് ഇട്ടേക്കില്ല ഇൻസ്റ്റഗ്രാമിൽ. അപ്പം വാട്സപ്പിൽ വളയ്ക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും എളുപ്പമാണ് ഇൻസ്റ്റഗ്രാമിൽ വളയ്ക്കാൻ. കാരണം വാട്സപ്പിലൂടെയാണ് ചാറ്റ് കാര്യങ്ങൾ, അങ്ങനെ എല്ലാവരും കാണുന്ന പ്രശ്നമാകും. ഇതാകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അവരെപ്പോഴും സ്റ്റോറി ഇടുന്ന ഒന്നെങ്കിൽ ഫ്ലവേഴ്സ്, ചെടികളൊക്കെ, ആദ്യത്തെ ലൈക്ക് കമൻറ്റ് ഒന്നും ചെയ്യില്ല. അവർ ട്രാവൽ പോകുമ്പോൾ, അതായത് മൂന്നാറോ അല്ലെങ്കിൽ കണ്ണൂരോ ആലക്കോടോ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ പോകുമ്പോൾ ആ ഫോട്ടോസ് നോക്കിയിട്ട് ഇത് നമ്മുടെ അടുത്തുള്ള സ്ഥലമല്ലേ, ഇതിൻ്റെ തൊട്ടടുത്ത നമ്മുടെ വീടും എന്നൊക്കെ പറഞ്ഞ് ഒരു ഹായ് ഇടുക. ഹായ്, ഇത് നമ്മുടെ അടുത്തുള്ള കണ്ണൂർ, നമ്മുടെ അടുത്തുള്ള സ്ഥലമല്ല, ഒരു ഉദാഹരണമാണ്, നമ്മുടെ അടുത്തുള്ള സ്ഥലമല്ലേ എന്ന് പറയുക. അന്നത്തെ അവർ ഇത് നിങ്ങൾക്കറിയാവോ എന്ന് ചോദിക്കും. ചിലപ്പോൾ ഒന്നും ചോദിക്കത്തില്ല, 2 കണ്ണിൻ്റെ ഫോട്ടോസ് മാത്രമായിരിക്കും ഇങ്ങനെ ഇടുന്നത്. പിന്നെ അത് മൈൻഡാക്കില്ല. പിന്നെ അടുത്ത ദിവസം അവരെന്തെങ്കിലും സ്റ്റോറീസ്, ഫുഡ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും യാത്ര ചെയ്തതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാതിരിക്കത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ കാണുമ്പം, അയ്യോ നിങ്ങൾ ഈ ഒരു ഹോട്ടലിൽ നിന്നാണോ കഴിച്ചത്, ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ് എന്നും പറഞ്ഞ് ഒരു ഇംഗ്ലീഷിൽ 3-4 ഡയലോഗ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹായ് ഇട്ടിട്ട് നമ്മളൊരു ഹായ് അങ്ങോട്ട് ഇടണം. അതങ്ങ് ഡിലീറ്റ് ആക്കണം, നമ്മളിട്ട ഹായ്. പിന്നെ അത് കഴിഞ്ഞാൽ അവർ ഇങ്ങനെ ഒന്നുകൂടെ ചിന്തിക്കും, ഈ ചേട്ടായി നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്നതാണല്ലോ, കുട്ടികളുടെ വീഡിയോസൊക്കെ അടിപൊളിയാണ് എന്ന് പറഞ്ഞാൽ ഒരു കമൻറ്റ് ഇടണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങ് ചാറ്റ് ചെയ്യണം, വളയ്ക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അതായത് ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ടെക്സ്റ്റ് മെസ്സേജ് അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാരണം, നമ്മുടെ അതായത് നമ്മൾ ഇപ്പോൾ ഇഷ്ടമാണ് എടുത്ത് ചാടി പറയില്ല. കാരണം അവരുടെ ഉള്ളിലെ കാര്യങ്ങൾ ചോർത്തെടുക്കാൻ നോക്കണം. അവരുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം. അതേപോലെ തന്നെ ബോയ്സിൻ്റെ കാര്യങ്ങളും ഈ പറയുന്ന പെൺപിള്ളേർക്ക്, പ്രണയിക്കുന്നവർക്ക് ഇതും ചെക്ക് ചെയ്യാവുന്നതാണ്. പ്രൊഫൈലാണ് എപ്പോഴും ഹൈലൈറ്റ് ആക്കുന്നത്. പിന്നെ അതേപോലെ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സും കാര്യങ്ങളും, അവരുടെ 1000 മേളിൽ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഫോളോ ചെയ്യില്ല. സ്റ്റോറി കണ്ടിട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ആദ്യമേ അവരെ നമ്മൾ ഇങ്ങോട്ട് ഫോളോ ചെയ്തിരിക്കണം. അതാണ് നമ്മുടെ മിടുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്ലീസ് നിങ്ങൾ ഒരു കുഞ്ഞ് സപ്പോർട്ട് മതി. നമ്മുടെ ചാനലൊക്കെ രക്ഷപ്പെട്ട് നമ്മളും പച്ച പിടിക്കാൻ വേണ്ടി പച്ചക്കാട്ടിൽ നിന്ന് പണിയെടുത്ത് മടുത്തു. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഉടായ്പ വീഡിയോസൊക്കെ ഇടുന്നത്. പ്ലീസ് ഒരു ഷെയർ, ഒരു ലൈക്ക്.